ഹായ് കൂട്ടുകാരെ, പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ടെറസിലോട്ട് വന്നതാണ് കേട്ടൊന്ന്. അപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ വിളവെടുക്കാൻ പാകമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വിളവെടുക്കണം. രാവിലെ തന്നെ ടെറസിലോട്ട് വന്നാൽ കിളികളുടെ ശബ്ദവും അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ഒന്ന് നനച്ച് കൊടുക്കും. നല്ല ചൂടാണല്ലോ. ഈ ഒരു സമയത്ത് നമ്മൾ 2 നേരവും നനച്ച് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ടെറസിലെ പച്ചക്കറി വിളവെടുപ്പ് സന്തോഷകരവും ആവേശകരവുമായ ഒന്നാണ്. മികച്ച വിളവ് ലഭിക്കുന്നതിനായി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ വിളവെടുപ്പ് സമയത്ത് പച്ചക്കറികൾ അമിതമായി മൂക്കുന്നതിന് മുമ്പ് തന്നെ വിളവെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വെണ്ടക്ക, പയറക്ക എന്നിവ ഇളം പ്രായത്തിൽ പറിച്ചെടുക്കുന്നതാണ് രുചികരം. അതുപോലെ തന്നെ നമ്മൾ കൈക്കൊണ്ടൊന്ന് വലിച്ച് പറിക്കുന്ന ചെടിയുടെ വേരുകൾക്കും തണ്ടിനും കേടുപാടുകൾ വരുത്താൻ സാധ്യതയുണ്ട്. അതിനാൽ മൂർച്ചയുള്ള കത്തിയോ കത്രികയോ ഒക്കെ ഉപയോഗിച്ച് മുറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇഷ്ടംപോലെ വഴുതനയാണ് കേട്ടോ. ഒരുപാട് വഴുതന വിളവെടുക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. വീണ്ടും ഇതിലൊക്കെ വഴുതന ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ദിവസവും എനിക്കിതിൽ നിന്ന് അത്യാവശ്യം വേണ്ടതായ പച്ചക്കറികളൊക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ വിളവെടുക്കുന്ന സമയം വെയിൽ കുറഞ്ഞ സമയത്തോ വൈകുന്നേരങ്ങളിലോ വിളവെടുപ്പ് നടത്തുന്നത് പച്ചക്കറികൾ കൂടുതൽ സമയം വാടാതെ ഇരിക്കാൻ സഹായിക്കും. ഞാനിതിപ്പോൾ രാവിലെയാണ് കേട്ടോ വിളവെടുക്കുന്നത്. അതേപോലെ തന്നെ നല്ല രീതിയിൽ വിളവ് കിട്ടാൻ വേണ്ടി ജൈവവളങ്ങളായ ചാണകപ്പൊടി, എല്ലുപൊടി അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതൊക്കെ ഇടവേളകളിൽ നൽകുന്നത് വിളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഞാനിവിടെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറി ആഴ്ചയിൽ 1 ദിവസം എല്ലാ പച്ചക്കറി ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഓരോ 10 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ജൈവവളങ്ങൾ, ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ അല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ്, അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. ഏതെങ്കിലും ഒന്നൊക്കെ ഓരോ 10 ദിവസം കൂടുമ്പോൾ ചെടികളുടെ ചുവട്ടിലെ മണ്ണൊക്കെ ഇളക്കി ഇട്ട് കൊടുക്കും. അതുപോലെ കീടങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിക്കുന്നത് കീടശല്യം കുറക്കും. കീടങ്ങൾ വരാനായിട്ട് നിൽക്കരുത്. വരുന്നതിന് മുമ്പ് തന്നെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമൊക്കെ തളിച്ച് കൊടുക്കുക. പിന്നെ ചെടികളിൽ നന്നായി പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് തന്നെ ചെടികൾ നട്ട് വളർത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് കേട്ടോ ഞാൻ ഇന്ന് വിളവെടുത്ത് നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടതായ പച്ചക്കറികളൊക്കെ ഞാനിവിടെ ടെറസിൽ നട്ട് വളർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തൊരു ചുരക്കയും കൂടി വിളവെടുക്കാണ്ട് ഇതിന് മുമ്പും ഞാൻ ചുരക്ക വിളവെടുത്തത് വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതാ ലാസ്റ്റായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു വീടായാൽ അത്യാവശ്യം പച്ചമുളക്, തക്കാളി, വഴുതനയൊക്കെ 2-3 ചട്ടികളിലോ ഗ്രോ ബാഗിലൊക്കെ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ദിവസവും ഇതുപോലെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ട് വളർത്തി ഉണ്ടാക്കിയ ചെടിയിൽ നിന്ന് ഇതുപോലൊക്കെ വിളവെടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക, വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ